എല്ലാവർക്കും നിതാനിതാളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശവക്കോട്ട എന്നറിയപ്പെടുന്ന ഗുരുവായൂരിലെ ചൂൽപ്പുറത്താണ്. ഇതെല്ലാവരും കേരളത്തിലെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ എന്താണ് പറയുക, കേരളത്തിലെല്ലാവർക്കും വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ മാലിന്യം സംസ്കരിക്കാനുള്ളൊരു പ്രത്യേക ഒരു സൗകര്യം നമുക്ക് കുറവാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ബ്രഹ്മപുരത്തേക്കാൾ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതിൻ്റെ അപ്പുറത്തായിട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് കണ്ടോ, ഇതൊക്കെ മുന്നേ പറയണം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പ്ലാസ്റ്റിക്കൊക്കെ കുന്നുകൂടിയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ എന്ത് ഭംഗിയിലാണ് ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാക്കി മാറ്റിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമുക്കൊന്ന് അകത്തേക്ക് പോയി മുഴുവനായിട്ട് നോക്കാം. കാണുന്നതാണ് നമ്മുടെ ബയോ പാർക്ക് വരുന്നതാ. ഇതാണ് ബയോ പാർക്ക്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഗുരുവായൂർ നഗരസഭയുടെ കീഴിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് ഞായറാഴ്ച വലിയൊരു വർക്കിംഗ് അല്ല തോന്നുന്നു ഇന്ന്. അത് നമുക്ക് എന്തായാലും അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്ന് ഓടിച്ച് കാണാം. ഒരു കാലത്ത് ബ്രഹ്മപുരത്തിനെക്കാട്ടും കൂടുതൽ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ കണ്ടോ, എല്ലാം ഒരു ശരിയാക്കി ഇതാ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് തന്നെ ആക്കി. കണ്ടോ, ഇവിടെ ഇപ്പോൾ എല്ലാം പ്ലാസ്റ്റിക്സ് ഒക്കെ സെപ്പറേറ്റ് ഒക്കെ ആയിട്ടൊക്കെയാണ് എന്താ പറയുക സംസ്കരണം ചെയ്യുന്നത്. ഇതാ ഇവിടെ ജൈവവള ഉൽപ്പാദന യൂണിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട ബാക്കിലായിട്ട് പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതും എല്ലാം അതിവിടെ ഉണ്ട്. സാധാരണ ഇവിടെ ഞങ്ങൾക്ക് അതിശയപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം വളരെ കട്ടയൊക്കെ വെച്ച് അവർ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ ഇങ്ങനത്തെ പ്ലാന്റിലൊക്കെ വന്നാൽ നല്ല സ്മെല്ലുണ്ടാവില്ല വേസ്റ്റിലൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. സ്മെല്ല് പറയണ സാധനമേ ഇവിടെ ഇല്ല. എന്ത് വൃത്തിയിലാണെന്ന് ഇവിടെ എല്ലാം നോക്കി നടത്തിയിരിക്കുന്നത്.
കണ്ടോ പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെ എല്ലാത്തിൻ്റെ തൈകളുണ്ട്. ഇതൊക്കെ ഓരോന്ന് അതിശയിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം ഇവിടെ എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെ. ഇതെല്ലാം നമ്മുടെ കേരളം മാതൃകയാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതുപോലെ സിസ്റ്റമാറ്റിക്കലായിട്ട് മാലിന്യം നമുക്ക് സംസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിപ്പോൾ ചൂൽപ്പുറത്തല്ല, കേരളം മുഴുവൻ നമുക്ക് നല്ല ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെന്തായാലും നമ്മുടെ കേരളം മുഴുവൻ മാതൃകയാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് മിസ്റ്റേക്സ് എന്തെങ്കിലും കമൻറ്റ് ചെയ്തേക്കണേ. ബൈ.